അപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്ച്ചോറിൻ്റെ കരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഫ്രൈ റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി കഴുകിയ അരി ഇടാണ് കേട്ടോ. തിളച്ച് മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വയ്ക്കുകയാണ്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഓയിലില്ല, കുറച്ച് നെയ്യാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായി, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ അതിലേക്ക് അതിൻ്റെ രണ്ടടുപ്പിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. സോയാ സോസാണ് ഫ്രൈ റൈസിൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവുന്നത്. അപ്പോൾ 2 മൂടി സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് തിളപ്പിച്ചിട്ട് ചോറിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചോറ് മൊത്തം ഇടണ്ട, നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നിങ്ങനെ മറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വിളമ്പെടുക്കാം. അപ്പോൾ ചോറൊന്നും ഒരുപാട് വെന്ത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കച്ചമ്പർ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതേപോലെ സവാളയൊക്കെ കച്ചമ്പറിനൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ തൈരില്ല, പിന്നെ കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടിയിട്ട് വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫ്രൈ റൈസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കച്ചമ്പറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങച്ചാറുണ്ട് കേട്ടോ, അത് കൂട്ടിയാൽ